ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിജയസ് വേഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് നമ്മുടെ നോമ്പ് കാലമായി. അപ്പോൾ നോമ്പ് കഞ്ഞിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിലേക്ക് അപ്പോൾ ചമ്പാവ് പൊടിയരിയാണ് ഞാൻ കഞ്ഞിക്ക് എടുത്തിട്ടുള്ളത്, 1 കപ്പ്. നമുക്ക് അരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. അതുപോലെ ഉലുവ, ഞാനൊരു ടേബിൾ സ്പൂൺ ഉലുവ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോഴത്തേക്ക് ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഉള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. എടുത്തിട്ടുണ്ട്. നമുക്ക് അരി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കൊത്തു വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് ഇതങ്ങ് അടുപ്പിലോട്ട് വയ്ക്കാം. നമ്മളെ കുക്കർ അടച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. നമുക്ക് ഈ തേങ്ങയും നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. തേങ്ങയും ജീരകവും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചെടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി മതി. ഇത് ഭയങ്കര കളറാണ്. നമ്മൾ നല്ല മഞ്ഞ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഭയങ്കര കളറുള്ളതുകൊണ്ട് കുറച്ച് ചേർത്തോളൂ. 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തു. 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞെട്ട് കൊടുക്കുകയാണ്. അല്പം വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. ജീരകവും കൂടെ ഞെട്ടിട്ട്, വലിയ ജീരകം അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് ആവി പോകാനായിട്ട് വയ്ക്കാം. നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് കോരി. കഞ്ഞി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അരച്ച് വെച്ച തേങ്ങയും ജീരകവും ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചതെല്ലാം ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇപ്പം നല്ല സൂപ്പർ കഞ്ഞി ആയിട്ടുണ്ട്. ഇവിടെ ടീസ്പൂണ് കസ്കസ് ഞാൻ കോത്ത് വെച്ചിരുന്നു, അതും കൂടെ നമുക്ക് കഞ്ഞിയുടെ കൂടെ ഇട്ട് വെക്കാം. കിട്ടും ഇത്. നമ്മൾ ഈ കസ്കസൊക്കെ ഇട്ട വയറിനൊക്കെ നല്ല തണുപ്പ് കിട്ടും. നോമ്പ് പിടിച്ചിരിക്കുന്ന കാലത്ത് ഈ കസ്കസ് എല്ലാം ചേർത്ത് കഞ്ഞി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഉലുവയെല്ലാം ഞാൻ 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉലുവ തണുപ്പാണ്, വയറ്റിന് നല്ലതാണ്. അപ്പോൾ അതുപോലെ നോമ്പ് കഞ്ഞി ഒരു പ്രത്യേക ടേസ്റ്റും കൂടെയാണ്. കഞ്ഞി നല്ല തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കി കൊടുക്കാം. വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇന്ന് ഞങ്ങൾ ഇത് തന്നെയാണ് കുടിക്കണത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ നോമ്പ് കാലത്തെ നോമ്പ് കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നാളത്തെ വീഡിയോ കാണില്ല. ഇനി തൊട്ട് 8 മണിക്കാണ് വീഡിയോ ഇടുന്നത്. ഞാൻ നാളെ ശാർക്കര അമ്പലത്തിൽ കാളിയൂട്ടാണ്. അതുകൊണ്ട് നാളെ വീഡിയോ ഇടാൻ പറ്റില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.